ഇന്ത്യൻ മൂവി പ്ലാന്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മഹേഷിൻ്റെ പ്രതികാരം എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അതേ ടീമിൻ്റെ തിരിച്ചുവരവ്. ആദ്യ സിനിമ കൊണ്ട് തന്നെ ഒട്ടനവധി അവാർഡുകളും നേട്ടങ്ങളും കൈവരിച്ച ദിലീഷ് പോത്തൻ്റെ അടുത്ത സിനിമ. രാജീവ് രവി എന്ന പ്രസിദ്ധ സിനിമാറ്റോഗ്രാഫറിൻ്റെ ക്യാമറ വർക്ക്സ്, ബിജിപാലിൻ്റെ മ്യൂസിക്, ഇവയ്ക്ക് പുറമെ ഫഹദ് ഫാസിൽ, അലൻസിയർ, സുരാജ് വെഞ്ഞാറൻമൂട് എന്നീ അനുഗ്രഹീത കലാകാരന്മാരുടെ അഭിനയം. അങ്ങനെ പ്രതീക്ഷിക്കാൻ ഒരുപാട് വകയുണ്ട് തൊണ്ടി മുതലും ദൃക്സാക്ഷ്യം എന്ന സിനിമ. തൻ്റെ ആദ്യ സിനിമ കൊണ്ട് തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ദിലീഷ് പോത്തൻ എന്ന സംവിധായകനിൽ നിന്ന് ഒരു മികച്ച സിനിമ തന്നെ കിട്ടുമെന്നാണ് നമ്മൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഞാനും ഒരു ടിക്കറ്റ് എടുത്ത് ആദ്യ ഷോ തന്നെ കണ്ടത്. ഈ പ്രതീക്ഷയ്ക്ക് പറ്റിയ മറുപടിയാണ് അദ്ദേഹം സ്ക്രീനിൽ നമുക്ക് കാണിച്ചു തന്നത്. പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ, പൊട്ടൻ കോമഡികളുടെയും അകമ്പടിയില്ലാതെ ഓരോ നിമിഷവും കാണികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും 2 മണിക്കൂർ ചിലവഴിക്കാവുന്ന ലക്ഷണമൊത്ത റിയലിസ്റ്റിക് ക്ലാസ് മൂവിയാണ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. ഒരു സ്വർണ്ണമാല കളവ് പോകുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവത്തെ സംവിധായകൻ അതിൻ്റെ ആസ്വാദനം ഒട്ടും ചോർന്നു പോകാതെ അവതരിപ്പിച്ചു. തീർത്തും റിയലിസ്റ്റിക് ആയ ഒരു സിനിമയാണ്. ദിലീഷ് പോത്തൻ എന്ന സംവിധായകൻ തൻ്റെ കഴിവ് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. കൂടാതെ സജീവ് പാഴൂരാണ് സിനിമയുടെ സ്ക്രിപ്റ്റ് നിർവഹിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കഴിവും സിനിമയിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. സുരാജ് വെഞ്ഞാറമൂട്, ഫഹദ് ഫാസിൽ, അലൻസിയർ, നിമിഷ സജയൻ എന്നിവർ പ്രധാന വേഷങ്ങളെത്തിയ ഈ സിനിമയിൽ പോലീസുകാർ അടക്കം വേറെ എല്ലാ നടീനടന്മാരും പുതുമുഖങ്ങളായിരുന്നു. സിനിമയിൽ അണിനിരുന്ന ഓരോ നടീനടന്മാരുടെയും പെർഫോമൻസ് അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഒരു കള്ളനായിട്ടാണ് ഫഹദ് ഫാസിൽ സിനിമയിലെത്തുന്നത്. പ്രസാദ് എന്ന കഥാപാത്രമായി സുരാജും ശ്രീജ എന്ന കഥാപാത്രത്തെ നിമിഷ സജയനും അവതരിപ്പിക്കുന്നു. ഒരുപക്ഷെ ഫഹദ് ഫാസിലിൻ്റെയും സുരാജ് വെഞ്ഞാറമൂടിൻ്റെയും കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഇതെന്ന് ഒരു സംശയം കൂടാതെ തന്നെ പറയാം. ആദ്യ സിനിമയാണെങ്കിൽ തന്നെയും നല്ല അഭിനയം കാഴ്ചവെക്കാൻ നിമിഷയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. ഒരു പോലീസുകാരനായാണ് അലൻസിയർ സിനിമയിലെത്തുന്നത്. കൂടാതെ സിനിമയുടെ ഭൂരിഭാഗം ഷൂട്ടിങ്ങും പോലീസ് സ്റ്റേഷനിൽ വച്ചാണ്. കൊച്ചു കൊച്ചു തമാശകളും പ്രണയവും അടങ്ങുന്നതാണ് ആദ്യ പകുതി. തീർത്തും ആസ്വാദികരമായ ആദ്യ പകുതി. പിന്നീട് ഫഹദ് ഫാസിലിൻ്റെ വരവോടുകൂടി സിനിമ കൂടുതൽ ഗൗരവമുള്ളതാകുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ചെറിയ എക്സ്പ്രഷൻസും എടുത്തു പറയേണ്ടതാണ്. തീർത്തും നാച്ചുറലായ അഭിനയം. അങ്ങനെ അവസാനം വരെ പ്രേക്ഷകരെ ഒരുവിധ ബോറും അടിപ്പിക്കാതെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ക്ലൈമാക്സ് കൂടുതൽ നന്നായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. ഒരു പഞ്ചും കൂടാതെ എന്താണ് സിനിമ അങ്ങനെ നിർത്തിയതെന്ന് തോന്നിപ്പോയി. ഇതാണ് ഒരു പോരായ്മയായി എനിക്ക് തോന്നിയത്. ബിജിപാലിൻ്റെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഒന്നിനൊന്നിന് മികച്ചതായിരുന്നു. കൂടാതെ സിനിമാറ്റോഗ്രഫി മനോഹരമാക്കാൻ പറ്റിയ സീനുകളൊന്നും സിനിമയിലില്ലെങ്കിലും ഉള്ളത് വളരെ മികച്ചതായി അവതരിപ്പിക്കുവാൻ രാജീവ് രവിക്ക് സാധിച്ചു. ഒരുപാട് പ്രതീക്ഷകളൊന്നും വയ്ക്കാതെ കണ്ടാൽ ഈ സിനിമ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകും തീർച്ച. ഇതുപോലെ ഒരു റിയലിസ്റ്റിക് സിനിമ ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചുവടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.